ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇന്ന് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. ഇന്നും നമ്മൾ 50 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ല എങ്കിൽ ചാനലിൽ പ്രത്യേകം പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീഡിയോയിൽ 50 ചോദ്യങ്ങൾ വീതമാണുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാം. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. PYQ പഠിക്കാത്തതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും ആർക്കും നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അധികം ഡിലേ ഒന്നുമില്ലാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആഗോളതാപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളലിൻ്റെയും അത് അന്തരീക്ഷത്തിൽ നിന്നും നീക്കം ചെയ്യുന്നതിൻ്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേര് നെറ്റ് സീറോ. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കരാണ്. മലയാളത്തിലെ ആദ്യത്തെ നാട്യശാസ്ത്ര കൃതിയുടെ കർത്താവ് മാത്തൂർ കുഞ്ഞുപിള്ള പണിക്കരാണ്. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു എം കുഴിവേലി. ഭാഷയിലെ ആദ്യത്തെ വിജ്ഞാനകോശ നിർമ്മാതാവാണ് മാത്യു എം കുഴിവേലി. ഭാഷയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രസാധകനും പത്രാധിപനുമാണ് അഭയദേവ്. ഭാഷയിലെ പ്രഥമ സിനിമാ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രസാധകനും പത്രാധിപനുമാണ് അഭയദേവ്. ഇവിടെ ഭാഷയിലെന്ന് പറയുന്നത് മലയാള ഭാഷയിലെന്നാണ് കേട്ടോ. 1 ടെറാബൈറ്റ് എന്തിന് തുല്യമാണ്? 1024 GB. 1 ടെറാബൈറ്റ് എന്തിന് തുല്യമാണ്? 1024 GB. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രറ്റർ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമുകളെ വരിവരിയായി യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന സോഫ്റ്റ്വെയർ ആണ് ഇന്റർപ്രറ്റർ. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം കൊച്ചി. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം കൊച്ചി. IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? 69A. IT ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പിന് നിരോധനം ഏർപ്പെടുത്തിയത്? 69A. ഇന്ത്യയുടെ ദേശീയ സ്റ്റാൻഡേർഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന ലബോറട്ടറി ഏതാണ്? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, ഡൽഹി. ഇന്ത്യയുടെ ദേശീയ സ്റ്റാൻഡേർഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന ലബോറട്ടറി ഏതാണ്? നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി, ഡൽഹി. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഫ്രാൻസ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ലീഗൽ മെട്രോളജിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഫ്രാൻസ്. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം? നിസ്സഹകരണ സമരം. ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം നിസ്സഹകരണ സമരം. 2021 നവതി ആഘോഷിച്ച കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള സംഭവം? ഗുരുവായൂർ സത്യാഗ്രഹം. 2021 നവതി ആഘോഷിച്ച കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള സംഭവം ഗുരുവായൂർ സത്യാഗ്രഹം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. 1833 ബ്രിസ്റ്റോളിൽ വെച്ചാണ് അദ്ദേഹം നിര്യാതനായത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ്. തുഹ്ഫത്തുൽ മുവാഹിദ്ദീൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. 1833 ബ്രിസ്റ്റോളിൽ വെച്ച് നിര്യാതനായി. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ? യാൾട്ട സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, പോസ്റ്റ്ഡാം സമ്മേളനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ: യാൾട്ട സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, പോസ്റ്റ്ഡാം സമ്മേളനം. കോണ്ടൂർ രേഖ എന്നാൽ എന്ത്? ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന
സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? കാണ്ട്ല, നവശേവ. മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങളാണ് കാണ്ഡലയും നവശേവയും. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ. ഭാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ. ഭാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഭൂവികസന ബാങ്ക്. ദീർഘകാല അടിസ്ഥാനത്തിൽ കർഷകന് ആവശ്യമായ വായ്പ കുറഞ്ഞ നിരക്കിൽ നൽകുന്നതിന് വേണ്ടി സ്ഥാപിച്ച ബാങ്ക് ഭൂവികസന ബാങ്ക്. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതിന്റെ ഉൽപാദനമാണ്? പഴം, പച്ചക്കറി. സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഏതിന്റെ ഉൽപാദനം ആണ്? പഴം, പച്ചക്കറി. PC മെഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? സാംഖ്യ. PC മെഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത്? സാംഖ്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അപ്പം ഈ എന്ന് വെച്ച് കണക്ട് ചെയ്താൽ മതി. 20 ദിന പരിപാടികൾ ഇന്ദിരാഗാന്ധി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ ഓർത്തു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ്? സ്വത്തവകാശം. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത മൗലികാവകാശം ഏതാണ്? സ്വത്തവകാശം. സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശം മാത്രമാണ്. 300A ഇപ്പോൾ സ്വത്തവകാശം ഉള്ളത്. അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടത്? ജർമ്മൻ ഭരണഘടനയിൽ നിന്നും. ജർമ്മൻ ഭരണഘടനയിൽ നിന്നുമാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ്? PK തുങ്കൻ കമ്മിറ്റി. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ 2019 രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. ആരാണ് ഈ ബിൽ അവതരിപ്പിച്ചത്? ശ്രീ അമിത് ഷാ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ 2019 രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷാ ആണ്. കേരള സർക്കാരിന്റെ താഴെ പറയുന്ന സാമൂഹ്യ ക്ഷേമ പദ്ധതിയിലൂടെ ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമാവിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നു. ഏതാണ് പദ്ധതി? ആശ്വാസ കിരണം പദ്ധതി. അപ്പം ഒരു വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതെ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കുന്ന ആളുകൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ
വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച് കൈറ്റ് നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ ടെലിവിഷൻ ചാനൽ വിക്ടേഴ്സ് ഏത് കൃത്രിമോപഗ്രഹത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? എഡ്യൂസാറ്റ്. അപ്പോൾ എഡ്യൂസാറ്റിന്റെ സഹായത്തോടു കൂടിയാണ് വിക്ടേഴ്സ് ചാനല് പ്രവർത്തിക്കുന്നത്. MP-മാർ അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുകയും അവിടെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിലൂടെ ആ പ്രദേശത്തിന്റെ വികസനം ഉറപ്പുവരുത്തുന്നു. അപ്പം ഈ രീതിയിലുള്ള പദ്ധതിയുടെ പേരെന്താണ്? സൻസദ് ആദർശ് ഗ്രാമയോജന. സൻസദ് ആദർശ് ഗ്രാമയോജന. അപ്പം MP-മാരാണ് അവരുടെ മണ്ഡലത്തിൽ നിന്നും ഓരോ ഗ്രാമപഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുന്നത്. MLA-മാരല്ല, MP-മാരാണ്, ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരി. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേരാണ് ദ്വിദള വാൽവ്. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലാണ് ദ്വിദള വാൽവ് ഉള്ളത്, ബൈകസ്പിഡ് വാൽവ്. അപ്പൊ വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലോ ത്രിദള വാൽവാണുള്ളത്, ട്രൈകസ്പിഡ് വാൽവ്. ഓർത്തു വെക്കുക. ആൻഡ്രോജൻ ഒരു പുരുഷ ഹോർമോണാണ്. ആൻഡ്രോജൻ ഒരു പുരുഷ ഹോർമോണാണ്. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും സ്ത്രീ ഹോർമോണുകളാണ്. ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും സ്ത്രീ ഹോർമോണുകൾ ആണ്. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി ഏത്? വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി വൈഡൽ ടെസ്റ്റ്. ഇപ്പൊ വൈ അല്ലെ, ടൈ എന്തിനാ കിട്ടുന്നത്? എന്തിന്? വൈ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. പ്രകൃതിയുടെ അടിസ്ഥാന ബലം ഏതാണ്? ഭൂഗുരുത്വ ബലം. പ്രകൃതിയുടെ അടിസ്ഥാന ബലം ഏതാണ്? ഭൂഗുരുത്വ ബലം. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും ഏറ്റവും ശക്തി കുറഞ്ഞതും ഒക്കെയാണ് ഭൂഗുരുത്വ ബലം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്തില്ല, പവർ കുറവാണ്. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏത്? പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ്? പാസ്കൽ നിയമം. ISRO EOS 01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ്? PSLV C-49. ISRO EOS 01 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C-49. PSLV C-49. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ഓക്സിഡേഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ ആനോഡും കാഥോഡും ഉണ്ടാവും. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ഓക്സിഡേഷൻ. കാഥോഡില് റിഡക്ഷനും. ദ്രാവകത്തുള്ളി ഗോളാകൃതിയാകാൻ കാരണം? പ്രതല ബലം. ദ്രാവകത്തുള്ളി ഗോളാകൃതിയാകാനുള്ള കാരണം പ്രതല ബലമാണ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഇനി ക്ലോറോഫിൽ എന്താണ്? ഹരിതകമാണ് കേട്ടോ. പക്ഷെ എക്സാമിന് ക്ലോറോഫിൽ എന്ന് തന്നെ മലയാളത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പൊ ക്ലോറോഫിൽ എന്നോ അല്ലെങ്കിൽ ഹരിതകം എന്നോ തന്നാലും മഗ്നീഷ്യമാണ് ഉത്തരം. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ എന്തുണ്ട്? മർദ്ദം കുറവാണ്. മർദ്ദം കുറവായതുകൊണ്ടാണ് അവിടെ പ്രഷർ കുക്കർ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവാണ്. അവിടെ കുക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ
പ്രഷർ കുക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ജാവലിൻ. 2021 പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി സ്വർണം നേടിയ സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ജാവലിൻ. ഓർത്ത് വയ്ക്കുക, ഒളിമ്പിക്സ് അല്ല, പാരാലിമ്പിക്സ് ആണ്. പാരാലിമ്പിക്സ് ആണ്, സ്വർണ്ണമാണ് നേടിയത്. സുമിത് ആൻഡിൽ മത്സരിച്ച ഇനം ജാവലിൻ. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിന്റെ ഓപ്ഷനിൽ കഥകളിയെക്കുറിച്ച് അങ്ങനെ എല്ലാത്തിനെ പറ്റിയും അത്യാവശ്യം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കലാരൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആട്ടപ്രകാരം എന്ന ഗ്രന്ഥത്തില് കൂടിയാട്ടം ആടുന്ന സമ്പ്രദായത്തെ പറ്റിയാണ് വിവരിക്കുന്നത്. ജൈന വാസ്തുക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമായ കല്ലിൽ ഏത് ജില്ലയിലാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് കല്ലിൽ എന്ന് പറയുന്നത്. അതിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ്? ജൈന വാസ്തുക്ഷേത്ര മാതൃകയ്ക്ക് ഉദാഹരണമാണ്. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ദക്ഷിണാഫ്രിക്ക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 200 ചോദ്യങ്ങളായിട്ടുണ്ട്. അപ്പം പഠിച്ചതൊന്നും മറക്കാതെ മനസ്സിൽ ഉറപ്പിക്കണം. അറിയാത്ത ചോദ്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളെ കമൻസ് ഒക്കെ ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ ഒരു ഡൺ എങ്കിലും കമൻറ്റ് ചെയ്താൽ ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ പറ്റിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം ഇതേ സമയത്ത് തന്നെ കാണാം. ഓക്കെ, ബൈ.